നേരത്തെ ഒരു പ്രേക്ഷകൻ ചോദിച്ചല്ലോ കടുവയെ കണ്ട കാര്യം. വയനാട് സുൽത്താൻ ബത്തേരിക്കടുത്ത് CCയിൽ തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ കൊന്നുതിന്ന കടുവയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു കഴിഞ്ഞു. പ്രദേശത്ത് വനംവകുപ്പും നാട്ടുകാരും സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞു. അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ പശുത്തൊഴുത്തിലെത്തിയ കടുവ കിടാവിനെ കൊന്ന് പാതി ഭക്ഷിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് തൊഴുത്തിൽ ക്യാമറ വെച്ചത്. രണ്ടാം ദിവസം കടുവ എത്തിയപ്പോൾ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു. പശുക്കിടാവിന്റെ ജഡം കിടന്ന ഇടത്താണ് കടുവ വീണ്ടും എത്തിയത്. വനംവകുപ്പിന്റെ ക്യാമറയിലും കടുവയുടെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ വയനാട് സൗത്ത് DFO കൂടുവയ്ക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് അനുമതി തേടിയിരുന്നു. അനുമതി ലഭിച്ചതോടെയാണ് വൈകിട്ട് കൂട് സ്ഥാപിച്ചത്. മേഖലയിൽ കടുവ സാന്നിധ്യം പതിവായതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ക്ഷീരകർഷകനായ പ്രജീഷ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂടക്കൊല്ലിയിൽ നിന്ന് 3.5 കിലോമീറ്റർ മാത്രം അകലെയാണ് CC എന്ന പ്രദേശം. 24 വയനാട്. ഇതാണ് കടുവയുടെ കഥ. AM ശശി പറയുന്നു, SKN കേരളത്തിൽ തോട്ടം തൊഴിലാളികളുടെ സ്ഥിതി വളരെ ദയനീയമാണ്. ഏറ്റവും കുറഞ്ഞ കൂലി അതും കൃത്യമായി കിട്ടുന്നില്ല. താമസിക്കുന്ന പാഡികൾ കാലിത്തൊഴുത്തിനേക്കാൾ കഷ്ടമാണ്. 24 ഇതൊരു വാർത്തയാക്കുമെന്നാണ് ശശി ചോദിക്കുന്നത്. ശശി, ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കട്ടെ. നമ്മൾ ഈ വാർത്തയാക്കുന്നതിനേക്കാളും ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവർക്കൊക്കെ ബാധ്യതയുണ്ടല്ലോ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.